അലീനയെ കാണാനായി മനുശങ്കർ കൊളത്തുപുഴയിലേക്ക് വന്നതാണ്. കാർ വന്ന് ഗേറ്റിന് മുമ്പിൽ നിൽക്കുന്നുണ്ടാണ് ആൻ്റപ്പൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി, അലീനയുടെ ഇഷ്ടക്കാരൻ. അങ്ങനെ ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട് ആൻ്റപ്പൻ. കാറ് സിറ്റൗട്ടിന് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നായ്ക്കളെല്ലാം ഓടിക്കൂടുമ്പോൾ ആൻ്റപ്പൻ അതിനെല്ലാം പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഔതക്കുട്ടിച്ചായനെ നോക്കി നമ്മുടെ മനു ഒന്ന് പുഞ്ചിരിക്കുകയാണ്. ഔതക്കുട്ടിച്ചായന് പക്ഷേ ചിരിയൊന്നും വന്നില്ല. എന്നെ മനസ്സിലായില്ലേ മനുശങ്കർ? മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ, അതിനൊക്കെ ഓർക്കുന്നുണ്ട്. അയാൾക്കും താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. അലീന എവിടെ? അവളുടെ മുറിയിൽ കാണും. ഔതക്കുട്ടിച്ചായൻ അവന്റെ മുമ്പിൽ നിന്ന് പോയിക്കളഞ്ഞു. മനുശങ്കർ ചെറിയൊരു സങ്കോചത്തോടെ ഇടനാഴിലേക്ക് കയറി. ഇരിപ്പുമുറി, ഹാൾ, അതിനപ്പുറം അലീനയുടെ റൂമിന്റെ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അവൻ വിരൽമുട്ടുകളാൽ വാതിൽമേലെ തട്ടി ശബ്ദമുണ്ടാക്കി. ആരാ? വാതിൽ തുറന്നോളൂ. മനുശങ്കർ വാതിൽ തുറന്നു. അലീന കട്ടിലിന്റെ ക്രാസിൽ തലയണ ചാരി വെച്ച് വായിച്ചുകൊണ്ട് ചാരി കിടക്കുകയാണ്. മനുശങ്കറിനെ കണ്ടതും ഇരുട്ടത്ത് ഓർക്കാപ്പുറത്ത് സൂര്യനുദിച്ച പോലെ അവൾ അത്ഭുത സ്തബ്ധയായി. അവളുടെ അരികെ നിലത്ത് മുൻകാലുകൾ നീട്ടിപ്പിടിഞ്ഞു കിടന്ന രണ്ട് നായ്ക്കൾ പൊടുന്നതിനെ ഗർജിച്ചുകൊണ്ട് മനുശങ്കർ നീർക്ക് കുതിച്ചു. അലീനയെ കണ്ട ആഹ്ലാദം അടുത്ത നിമിഷം ഇടിവെട്ടിയ പോലെയായി ഞെട്ടലായി മാറി. നായ്ക്കൾ മനുവിന്റെ അടുത്തെത്തും മുമ്പേ അലീന അവയെ ശ്വാസിച്ചു വിളിക്കുന്നത് കേട്ടു. നായ്ക്കൾ ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നുപോയി തിരിഞ്ഞ് അലീനയെ നോക്കിയ ശേഷം അവ മനുശങ്കറിന്റെ മുഖത്തേക്കും കൈകളിലേക്കും കാലുകളിലേക്കും നോക്കി. ഇവിടെ വാ. എഴുന്നേറ്റിരുന്ന് അലീന നായ്ക്കളെ തിരിച്ചു വിളിച്ചു. നായ്ക്കൾ രണ്ടും അവളുടെ സമീപത്തെത്തി. മനു വാതിക്കൽ തന്നെ നിന്നു. മനുവേട്ടാ, ഇങ്ങ് കേറി പോന്നോട്ടോ. ഇവരെ പേടിക്കണ്ട. മനുവിന്റെ സങ്കടവും ദേഷ്യവും തീർന്നില്ല. കഷ്ടം, ഇത്രയേ ഉള്ളൂ എന്നെ വിശ്വാസം. മനുശങ്കർ ധൈര്യം സംഭരിച്ച് കട്ടിലിന് സമീപത്തെത്തി. നായ്ക്കൾ അനങ്ങാതെ അവനെ നോക്കിക്കൊണ്ടിരുന്നു. മനു അലീനയുടെ നേർക്ക് കൈനീട്ടി. അവൾ ആ കരം ഗ്രഹിച്ചു. മനുവേട്ടൻ പേടിച്ചോ? പിന്നെ പേടിക്കാതെ. കടുവകളെ പൊല്ലിരിക്കുന്ന രണ്ടെണ്ണം നേരെ മുമ്പോട്ട് ചാടി വീണ നമ്മുടെ ഭൂതം പാമ്പി വർത്തമാനം എല്ലാം കത്തിച്ചാമലായി പോവില്ലേ അലീന എന്ന് പറയുന്നുണ്ട്. സോറി മനുവേട്ടാ, ഞാൻ അറിഞ്ഞില്ലല്ലോ മനുവേട്ടനാണെന്ന്. ഇരിക്കും മനുവേട്ടാ, ആ കസേര ഇങ്ങോട്ട് നീക്കിയിട്ടോ. എനിക്ക് കാല് നിലത്ത് കൂത്താൻ മേലാഞ്ഞിട്ടാ. മനുശങ്കർ ഒരു കസേര നിരക്കി കട്ടിലിനരികെ കൊണ്ടുവന്നിട്ടു. അവൻ ഇരുന്നതും നായ്ക്കൾ അവന്റെ കാൽ മണപ്പിച്ച് നോക്കി. മനു സംശയത്തോടെ നായ്ക്കളെ നോക്കുന്നത് കണ്ട് അലീന പറഞ്ഞു. പേടിക്കേണ്ടെന്നേ, മനുവേട്ടനെ മണം പിടിച്ചെടുത്തു സേവ് ചെയ്ത് വെച്ചേക്കുവാ. അടുത്ത തവണ അബദ്ധം പറ്റരുതല്ലോ. മനുശങ്കറിന് ചിരി വന്നു. അലീന വിസ്മയാതീതയായി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൻ അവളെയും. എന്താ എങ്ങനെ നോക്കുന്നത്? മനു പുഞ്ചിരോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിശയം തീരുന്നില്ല. ഇതൊരു ഷോക്കായിപ്പോയി കേട്ടോ. എന്നോടൊന്ന് സൂചിപ്പിച്ചു പോലില്ലല്ലോ വരുമെന്ന്. ഓർക്കപ്പുറത്ത് കാണാനൊരു കൊതി. ആരെയൊക്കെയോ പറ്റിച്ച് ഒരു കള്ളത്തരം കാട്ടുന്ന സുഖം, ഒരു കുസൃതി, പിന്നെ എന്തൊക്കെയോ അവൻ പറഞ്ഞു. മനുവേട്ടന് ക്ഷീണമാണല്ലോ. യാത്ര ചെയ്തിട്ടാ. നേരെ ഇങ്ങോട്ടാണോ പോകുന്നത്? എന്റെ ഭൂലോക സ്ഥലസ്ഥാനം ഇപ്പൊ കൊളുത്തുപുഴയാണ്. ഇവിടെയാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. എറണാകുളത്തുനിന്ന് വന്ന് എന്നെ വീശുന്ന കാറ്റൊക്കെ ഇവിടെയാണ് യാത്ര തിരിക്കുന്നത്. വട്ടായി പോയോ? എപ്പോഴേ? ഇത് പന്നിപ്പനി പോലെ പകരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഓ, രക്ഷയുമില്ല. മനുശങ്കർ ചിരിക്കുകയാണ്. അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. ഈ മുടിയൊക്കെ എന്ത് കാണിച്ചിട്ടാ ഇങ്ങനെ പാടത്തെ കാറ്റ് വീഴ്ച പോലെ? അവൾ കൈഞ്ഞിട്ട് വിരലുകളാൽ അവന്റെ മുടി കോതി ഒതുക്കി. ഓരോ മുടിനാറിലൂടെയും ഇലക്ട്രിക് ചാർജ് പ്രവഹിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. നെറുകിൽ നിന്നൊരു കോർത്തിരിപ്പടന്ന് ദേഹമാസകലം വ്യാപിച്ചു. അവൾ കൈയെടുക്കരുതേ എന്ന് നമ്മുടെ മനു കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന കൈ പിൻവലിക്കാൻ ഭാവിച്ചതും അവൻ ആ കൈ പിടിച്ച് വിരൽക്കുമീത് ചുംബിച്ചു. അലീനയുടെ മുഖമാണെങ്കിൽ അങ്ങ് മാറിയിട്ടോ. ഒരു സുഖതാരതത്തിൽ മനസ്സ് കുതിർന്നു. അവൾ മെല്ലെ കൈ പിൻവലിച്ചു. എനിക്ക് എണീറ്റുവെന്ന് ഒരു ചായട്ടനം പോലും വയ്യല്ലോ മനുവേട്ടാ. എനിക്കൊന്നും വേണ്ട. ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ മതി. മനുവേട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നോ? കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കടപ്പാട്ടൂർ പോയിട്ടുണ്ടായിരുന്നു. രോഹിത് ഹയർ സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോകാനിരിക്കുക. അവന് അവിടെ പോയിട്ട് താമസമെല്ലാം സെറ്റാക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ താമസിക്കാം. എനിക്ക് അവനെ ഗൈഡ് ചെയ്യാനും പറ്റുമല്ലോ. അല്ല ബബിത, അവളിപ്പം എറണാകുളത്താ. അലീനയെ അവൾ വിളിക്കാറില്ലേ? അല്ലേ? ഇല്ല, അവളുടെ ഫോണും നമ്പരും എല്ലാം മാറി. രോഹിത്തിനോട് നമ്പർ വാങ്ങി ഞാൻ വിളിച്ചിട്ട് ഒരു തവണ പോലും അവൾ ഫോൺ എടുത്തില്ല. തിരിച്ച് വിളിച്ചുമില്ല. രോഹിത് എന്നോട് പറഞ്ഞു അവൾക്ക് പെട്ടെന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. അവളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, അവളുടെ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല. അങ്ങനെ ചില പിടിവാശികൾ. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ നിന്ന് മക്കൾ മുതലെടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അവളുടെ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യം. അമ്മ പറഞ്ഞാൽ കേൾക്കില്ലേ ബബിത? ജയന്തിയാനിക്ക് അങ്കിളിന് മുമ്പിൽ ജയിക്കാൻ വേണ്ടി മക്കളെ കരുവാക്കാനും മടിയില്ലല്ലോ. മക്കൾ അങ്കിളിന്റെ ചൊൽപ്പടിക്ക് നിൽക്കരുതെന്നേ ഉള്ളൂ. ബബിതയ്ക്ക് നല്ലൊരു ചേഞ്ച് വന്നതായിരുന്നു. അത് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ അവൾ എല്ലാവരെക്കാട്ടിലും മിടുക്കിയായേനെ. അലീന സങ്കടത്തോടെ പറയുന്നുണ്ട്. എനിക്ക് ഒന്നും ചെയ്യാനും നിവൃത്തിയില്ലല്ലോ. അത് പോട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ചെയ്യാൻ മനസ്സിൽ കണക്കൂട്ടിയതൊക്കെ കഴിഞ്ഞില്ലേ? ഒരു തോൽവി പറ്റി. പപ്പയുടെ ഭാര്യയും മക്കളെയും ഇവിടെ എത്തിക്കാനും അവരെ ഒന്നിപ്പിക്കാനും കഴിയുമെന്നാണ് വിചാരിച്ചത്.
അത് നടന്നില്ലെന്ന് മാത്രമല്ല നമുക്ക് നടക്കാൻ പറ്റാതെയുമായി അല്ലേ? അത് സാരയില്ല, എന്റെ കാലൊക്കെ പെട്ടെന്ന് ശരിയായിക്കോളും. നമ്മുടെ കാര്യം എങ്ങനെ? ഞാനങ്ങ് തുറന്നു ചോദിക്കുക. എനിക്ക് വയസ്സ് 27 കഴിയുന്നു, നിനക്ക് 24. എങ്ങനെ പോയാൽ മതിയോ? ഞാൻ ഒരിടത്തും എത്തിയില്ലല്ലോ മനുവേട്ടാ. ഇത്രയൊക്കെ എത്തിയാ പോരെ? അലിയുടെ മൗനം മനുശങ്കറിനെ വല്ലാണ്ട് സങ്കടത്തിലാക്കിട്ടോ. പപ്പ സമ്മതിക്കില്ലെന്ന് ഭയമാണോ? പപ്പയെ കൂടെ സമ്മതിപ്പിക്കണം. എങ്ങനെ? അതിനെക്കുറിച്ച് ക്ഷമയും കാത്തിരിപ്പും വേണ്ടിവരും. അലീനയ്ക്ക് പറഞ്ഞുകൂടെ, എനിക്ക് ഈ കല്യാണം മതി, ഇയാളെ മാത്രം മതി, സ്വത്തോ പണമോ സ്വർണമോ മറ്റു ആഡംബരങ്ങളോ ഒന്നും വേണ്ടാന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത മാർഗം നോക്കണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അച്ഛനമ്മമാരുടെയും മറ്റാരുടെയെങ്കിലും ഒക്കെ പിടിവാശിക്ക് ബലിയിടാനുള്ളതല്ലല്ലോ അത്. കുറച്ചുകൂടി സമയം വേണ്ടിവരും മനുവേട്ടാ. എത്ര നാൾ? ഒരു കാലാവധി പറയാൻ പറ്റുമോ അലീനയ്ക്ക്? ഞാൻ എങ്ങനെ കാലാവധി പറയും? ഇപ്പം പപ്പയ്ക്ക് ഞാനേ ഉള്ളൂ. പപ്പയെ ഉപേക്ഷിക്കാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ടാ പറഞ്ഞത്, പപ്പയ്ക്ക് ഒരു മനമാറ്റം ഉണ്ടാകുന്നവരെ. മനമാറ്റം ഉണ്ടായില്ലെങ്കിലോ? വേറൊരാളുടെ കൂടെ എനിക്കൊരു ജീവിതമില്ല. അതിൽ കൂടുതൽ എന്ത് പറയും ഞാൻ? മനുഷ്യങ്കർ എഴുന്നേക്കുന്നുണ്ട്. കൈകൾ ജീൻസിന്റെ പോക്കറ്റിൽ തിരികൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. ഒടുവിൽ അലിയുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കണമെന്നും നിർബന്ധിക്കാൻ വയ്യല്ലോ. മനുവേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യാം. വേറൊരാളെ കല്യാണം കഴിക്കുന്നെങ്കിൽ അതുമാകാം. മനു അവളുടെ മുഖത്തേക്ക് തറച്ചു നോക്കിക്കൊണ്ട് നിമിഷങ്ങളോളം നിന്നു. എനിക്കിപ്പോ എന്താ തോന്നുന്നറിയോ? ഒറ്റ അടിവെച്ച് തരാനാ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അലീന മുഖം താഴ്ത്തി ഇരിക്കാണ്. മനുശങ്കർ ചുമലിൽ കിടന്ന ബാഗ് എടുത്ത് സിബ് തുറന്ന് എറണാകുളത്ത് നിന്ന് അവൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സ്വീറ്റ്സിന്റെ പായ്ക്കറ്റുകൾ കിടക്കിലേക്ക് കുടഞ്ഞിട്ടു. ബൈജുവിനെ വിളിക്കാൻ പോയ ആന്റപ്പൻ തിരിച്ചു വന്ന് അലീനോട് പറഞ്ഞു, കേണൽ സാബ് പുറത്തു പോകുന്നുണ്ട്, അപ്പോൾ ഇയാളെ ടൗണിലേക്ക് കൊണ്ടുവിടാന്ന് പറഞ്ഞു. ആന്റപ്പച്ചനോട് ഞാൻ പറഞ്ഞത് ബൈജുവിനെ വിളിക്കാനല്ലേ? ഞാൻ ബൈജുവിനെ വിളിച്ചോണ്ട് വന്നതാ. അപ്പോഴാ സാബ് പറഞ്ഞത്. അലീന അതിലിപ്പം പന്തികേട് മണക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ മുതൽ വൈകുന്നേരം വരെ മനു തന്നോടൊപ്പമായിരുന്നു. അത് പപ്പയ്ക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. വാതിക്കൽ കാളിച്ച കേട്ടു. രണ്ടുപേരും നോക്കുന്നുണ്ട്. അത് സ്റ്റാൻലി ആയിരുന്നു. ഞാൻ റെഡിയാണ്, പോകാം, അയാൾ പറഞ്ഞു. കാറിന്റെ കീച്ചീൻ അയാൾ കൈവളിലിട്ട് 2 തവണ തട്ടി. മനു എഴുന്നേറ്റു. അലീനയും, എന്നെ ഒന്ന് താങ്ങി പിടിക്കാവോ മനുവേട്ടാ? മനുശങ്കർ വറ്റലും ആശയോടെ അലീന അവളുടെ നേർക്ക് കൈ നീട്ടി. അവൻ സ്റ്റാൻലി ഒന്ന് നോക്കിയിട്ട് അവളുടെ കൈയെടുത്ത് തോളത്ത് ചുറ്റി. സ്റ്റാൻലി മുറുകിയ മുഖത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്നിട്ട് മുമ്പേ നടന്നു. മനുശങ്കർ അലീനെ താങ്ങി നിർത്തി സിറ്റൗട്ടിലെത്തിച്ചു. സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ നടന്നിന്ന് കാറിൽ കയറി. മനുശങ്കർ അലീനെ നോക്കി. അവളുടെ കൈത്തമലം പിടിച്ചമർത്തി മൂകമായി യാത്ര ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് തലയനക്കിക്കൊണ്ട് യാത്ര പോയിക്കൊള്ളാൻ പറഞ്ഞിട്ടോ. മനു ഇറങ്ങി ചെല്ലുമ്പോഴേക്കും സ്റ്റാൻലി പോർച്ചിൽ നിൽക്കാണ്. അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം. അത് മാത്രമായിരുന്നു സ്റ്റാൻലിയുടെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം മനു അധിക നേരം അവളുടെ കൂടെ ഇരിക്കുന്നത് അയാൾക്ക് ഇഷ്ടമില്ല. മനു അങ്ങനെ അവന്റെ കാറിൽ കയറി ഡോറടയ്ക്കാണ്. ഞാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അവന്റെ പിന്നാലെ തന്നെ കാറിന് സ്റ്റാൻലിയും ഉണ്ട് കേട്ടോ. കൊളത്തുപുഴ ടൗണിലെത്തിയപ്പോൾ മനു പറഞ്ഞു, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കോളാം. കാർ ഓടിച്ചു പോകാൻ എനിക്കറിയാം, ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത്. അങ്ങനെ പറഞ്ഞു. പക്ഷെ സ്റ്റാൻലി ആണെങ്കിലോ അവിടെ നിർത്താൻ കൂട്ടാക്കിയില്ല. ടൗൺഷിപ്പ് പിന്നിട്ടതോടെ കാർ വേഗത എടുത്തു. മനുശങ്കർ സംശയത്തോടെ സ്റ്റാൻലി നോക്കി. അയാളുടെ മുഖം മുറുകിയിരുന്നു. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. സ്പീഡോ മീറ്ററിലോ സൂചി കുതിച്ചു കയറുന്നു. കാർ നിലനിർത്താതെ പറക്കുകയാണെന്ന് തോന്നി. മനു അദ്ദേഹത്തിന്റെ കാറിൽ കയറാൻ പറഞ്ഞിട്ടാണ് സ്റ്റാൻലി അയാളെയും കൊണ്ട് പോണത് കേട്ടോ, മനുവിനെ കൊണ്ട് പോണത്. വളവുകളിൽ കാർ വെട്ടിത്തിരിയുന്നു. ടയറുകൾ ടാറിലോടിൽ ഉരസുന്ന ശബ്ദം കുതിര ചിനയ്ക്കും പോലെ. ഒരു പാലം കടന്ന് വളവെടുത്ത ഉടൻ സഡൻ ബ്രേക്ക്. മനുഷ്യങ്ങളുടെ തല ഡാഷ്ബോർഡിൽ ചെന്നിരിക്കേണ്ടതായിരുന്നു. റോഡിന്റെ മാർജിനിലേക്ക് ഇറങ്ങിയാണ് കാർ നിർത്തിയിരിക്കുന്നത്. മനുഷ്യങ്കർ മുഖം തിരിച്ച് സ്റ്റാൻലി നോക്കി. സ്റ്റാൻലി എഞ്ചിൻ ഓഫ് ചെയ്ത് സ്വിച്ച് കീ എടുത്തിട്ട് മനുഷ്യങ്കരോട് പറഞ്ഞു, ഇറങ്ങി വാ. മനു ചുറ്റും നോക്കി. വിജനമായ സ്ഥലം. മനുവിന്റെ കാറ് കൊളത്തുപുഴ ടൗണിൽ കിടക്കാണ്. അവിടെ നിന്നാണ് സ്റ്റാൻലി മനുവിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. റോഡിന് മുകളിലും താഴെ റബ്ബർ തോട്ടം, ഒരു വീട് പോലും എവിടെയും കാണാനില്ല. സ്റ്റാൻലി ഡോർ തുറന്നിറങ്ങി. ആശങ്കയോടെ മനുവും ഇറങ്ങി. സ്റ്റാൻലി കാറിന് മുമ്പിൽ ചെന്ന് നിന്നു. മനുശങ്കർ കാറിന്റെ ബോണ്ടിനപ്പുറത്ത് നിലയുറപ്പിച്ചു. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടൽക്കടൽ തിരികൊണ്ട് അത് കത്തിച്ചുകൊണ്ട് അവിടെ വലിച്ചുകൊണ്ട് നിൽക്കാണ്. മുമ്പോട്ട് വരാൻ മനുവിനോട് ആംഗ്യം കാണിക്കുന്നുണ്ട്. മനു കാറിന് മുമ്പിലേക്ക് ചെന്നു. എറണാകുളത്താണ് ജോലിയല്ലേ? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ഓർത്തിരിക്കാറില്ല. മറക്കേണ്ടവ മറക്കും. സാമാന്യം നല്ല ജോലിയാണല്ലേ? അതെ. ശമ്പളം എത്രയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് എത്രയായാലും എന്നെ അത് ബാധിക്കുന്നില്ല. എന്നാലും മിസ്റ്റർ മനുശങ്കറിന് ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശമ്പളം ഉണ്ടാവും അല്ലേ? ഉണ്ട്. വേണ്ടി വന്നാൽ എറണാകുളം സെറ്റിൽ ചെയ്യാൻ സാധിക്കും. IT കമ്പനിലൊക്കെ ആകുമ്പോൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ മലയാളികളും തമിഴുകളും എല്ലാം. അങ്ങനെ ആളുകൾ നോക്കുന്നതായിരിക്കും അല്ലേ ബുദ്ധി? എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് മനുവിന് മനസ്സിലായി. ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല.
അതൊക്കെ മുമ്പേ തന്നെ നോക്കണ്ടേ? ഒരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ഒരേ പ്രൊഫഷൻ, ഒരേ കാഴ്ചപ്പാട്, ഒരേ തട്ടകം, ഇതൊക്കെയല്ലേ പ്രധാനമായി നോക്കേണ്ടത്. അതിനൊക്കെ അപ്പുറത്ത് മനസ്സെന്ന സംഗതി കൂടി ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ മനു സ്റ്റാലിക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. മനസ്സ് അതൊരു മണ്ണാങ്കട്ടയാണ്. ഈ പ്രേമമെന്ന് പറഞ്ഞത് ഒരു കരയിലെയും മഴയും വരുമ്പോൾ കരയിലെ മുകളിൽ കയറിയിരുന്ന് മണ്ണാങ്കട്ട നനയ്ക്കാതെ സുരക്ഷിക്കും. കാറ്റ് വരുമ്പോൾ മണ്ണാങ്കട്ട കരയിലെ മുകളിലിരുന്ന് കരയിലെ രക്ഷിക്കും. പക്ഷേ കാറ്റും മഴയും കൂടി ഒരുമിച്ച് വന്നാലോ കരയിലെ പറന്നു പോവും മണ്ണാങ്കട്ട. ഉത്തരത്തിനായി സ്റ്റാൻലി മനുഷ്യങ്കരെ നോക്കി. മനു ഒന്നും മിണ്ടിയില്ല. പഴയൊരു മുത്തശ്ശി കഥയാ, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? എറണാകുളം IT കമ്പനിയിൽ ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിന് എന്തുകൊണ്ട് ചേരുന്ന ജോഡി ഒരു IT പെൺകിടാവ് തന്നെയാണ്. ഇക്കാലത്ത് ജാതിമത ഭേദങ്ങളൊന്നും ഇല്ലല്ലോ. മലയാളി മറാത്തി പെണ്ണിനെ കിട്ടുന്നു, പഞ്ചാബിയെ കിട്ടുന്നു, ഗുജറാത്തിയെ കിട്ടുന്നു. അത് ശരിയാ, ജാതിമത ഭേദം ഒട്ടും ഇല്ല. മനു ഒന്ന് ഊന്നി പറഞ്ഞിട്ടോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അലീനയുടെ ഒരു ജീവചരിതി അറിയാലോ. സ്വാർത്ഥതയും അതിമോഹവും തീരെയില്ല. പൈസ ഉണ്ടാക്കണമെന്നില്ല, സൂക്ഷിച്ചു വെക്കണമെന്നില്ല, സുഖസുഭിക്ഷമായി ജീവിക്കണമെന്നില്ല. പണം ചോർന്ന കൈകളാണ് അവളുടേത്. ഞാനീ പറഞ്ഞത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ പുറമെ നിന്ന് നോക്കുമ്പോൾ നല്ല സ്വഭാവം, അനുകമ്പ, കരുണ, ദാനശീലം, എല്ലാവർക്കും നന്മ വരണമെന്ന ആഗ്രഹം, സഹായ സന്നദ്ധത എല്ലാം നല്ലതാണ്. പക്ഷെ നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന പൈസയെടുത്ത് അവൾ ധർമ്മക്കാർക്ക് കൊടുത്താൽ നിനക്ക് ദേഷ്യം വരില്ലേ? കുഴക്കുന്ന ചോദ്യമാണ്. സൂക്ഷിക്കണം മറുപടി പറയാൻ. മനു ഇനിയും കേൾക്കിട്ടുന്ന മട്ടിൽ നിന്നു. ആർക്കാരും ദേഷ്യം വരും. നിനക്കൊരു പദ്ധതി കാണും. വീടുണ്ടാക്കണം, അതിനുള്ളിൽ മെച്ചപ്പെട്ട വീട്ടുപകരണങ്ങൾ വേണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, LICയിൽ ഇടണം, ഒരു ചിട്ടി ചേരണം, ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ചേർത്ത് നിക്ഷേപം വേണം. അങ്ങനെ നിനക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണുമല്ലോ. തന്നെ ഒരു കുരുക്കിലേക്ക് പിടിച്ചിടുകയല്ല, മറിച്ച് താൻ നിൽക്കുന്ന ഇതിനു ചുറ്റും വലകെട്ടി കുരുക്കുണ്ടാക്കിയാണ് ബുദ്ധിമാൻ. മനുവിന് കാര്യം മനസ്സിലായി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അലീനയുടെ പപ്പ പറഞ്ഞത് ശരിയാണ്. അവൻ സമ്മതിച്ചു കൊടുത്തു. ചിന്തിച്ചിട്ടേ മറുപടി പറയാവുള്ളൂ. നീ വാഷിംഗ് മെഷീൻ വാങ്ങാൻ വെച്ചിരുന്ന പൈസ എടുത്ത് അവൾ 50 അനാഥ കുട്ടികൾക്ക് ഡ്രസ്സും പുസ്തകം കൂടെയും ചോറ്റുപാത്രം വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അവൾ നിന്റെ ഡ്രസ്സ് കൈകൊണ്ട് വാഷ് ചെയ്യും. നീ മ്യൂച്വൽ ഫണ്ടിൽ കരുതുന്ന പൈസ എടുത്ത് അവൾ 10 അനാഥ കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. നീ കാർ വാങ്ങാൻ വെച്ച പൈസ കൊണ്ട് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കല്യാണം നടത്താൻ അവൾ ഞാൻ നിർബന്ധിക്കും. നീ ചിട്ടി പിടിച്ച പൈസ കയ്യിൽ കിട്ടുമ്പോൾ അവൾ അങ്കിൾ മനുഷ്യങ്കർ ഇടയ്ക്ക് കയറി. അപ്പോൾ അലീനയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അലസനും മടിയനുമായ വകയ്ക്ക് കൊള്ളാത്തനുമായ ഒരുത്തൻ തന്നെയാണോ? ഒരു നിമിഷം അന്തം വിട്ട് സ്റ്റാൻലി പൊട്ടിച്ചിരിച്ചു. ഉഗ്രൻ ചോദ്യം. അയാൾ അവനെ അഭിനന്ദിച്ചു. വെരി ഗുഡ്, ഇന്റലിജന്റ്. സ്റ്റാൻലി കെട്ടുപോയ സിഗരറ്റ് വീണ്ടും ലൈറ്റർ കത്തിച്ച് 2 തവണ പുകയെടുത്ത് വിട്ടു. റബ്ബർ തോട്ടത്തിന് നേർക്ക് ഊതി പറപ്പിച്ചു. കൊള്ളാം, പക്ഷെ ഞാൻ അവളെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത ഒരുത്തിന് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കൂ. അവൾ അനാഥരെ സഹായിക്കുന്നതിൽ ഒട്ടും എതിർപ്പില്ലാത്ത ഒരാൾ. അയാൾ ധനവാനായിരിക്കണം. അയാൾക്ക് സ്വന്തമായിട്ട് വീടും കാറും വീട്ടുപണങ്ങളും ബാങ്ക് ഡെപ്പോസിറ്റും ഉണ്ടായിരിക്കണം. അലീന പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലും അയാളുടെ സാമ്പത്തിക സ്ഥിതിയെ അത് ബാധിക്കില്ല. അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തും. ഡാറ്റയുടെയും ബിർളയുടെയും അംബാനിയുടെ മക്കളെ ആയാലും ഏതായാലും കിട്ടത്തില്ലല്ലോ. ഇനി അഥവാ കിട്ടിയാൽ തന്നെ അലീന അങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? അലീന അവളുടെ ജീവിത നിലവാരമനുസരിച്ച് സഹായിച്ചെന്നിരിക്കും. അങ്കിളിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ 5000 രൂപയുടെ സഹായം ചെയ്യുന്നവർ അംബാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ 5 ലക്ഷം രൂപയുടെ സഹായം ചെയ്തെന്നിരിക്കും. എത്ര ധനവാനാണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കുന്നവനോട് മുൻകൂട്ടി പറയണം, എന്റെ മോൾക്കൊരു സ്വഭാവമുണ്ട്, അവൾ കണ്ണിൽ കണ്ടതെല്ലാം പെറുക്കി പാവങ്ങൾക്ക് കൊടുക്കും, അതിനെതിരെ ആരും ഒരക്ഷരം മിണ്ടിയായി കരുതുന്നു. സ്റ്റാലിന്റെ കണ്ണുകൾ ചുരുങ്ങി ചെറുതായി പോയിട്ടോ. തോക്കനുള്ളിലൂടെ എന്ന വണ്ണം അയാൾ മനുവിനെ നോക്കി. അവൾക്ക് ആരെയെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പണം ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അവളുടെ പേരിൽ ബാങ്കിലിടും. അതിന്റെ പലിശ മതിയാകും. അവൾക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പക്ഷെ ഞാൻ അവളെ കല്യാണം കഴിച്ചാലും അങ്കിൾ ഇത് തന്നെ ചെയ്യാമല്ലോ. എന്താ തടസ്സം? ലെഫ്റ്റനന്റ് കേണൽ സ്റ്റാലി ജോസഫിന്റെ അന്തസ്സിനും പണത്തിനും പ്രതാപത്തിനും ഇണങ്ങുന്ന ഒരുത്തരം മാത്രമേ ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ. അലീന സ്റ്റാലി ജോസഫിന്റെ കൂടെ താമസിക്കുന്നത് റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണലിന്റെ അന്തസ്സും പ്രതാപവും കണ്ടാണോ? അല്ല. പണം കിട്ടുമല്ലോ എന്ന അതിമോഹം കൊണ്ടും അല്ല. അവളുടെ പപ്പയോട് അവൾക്കുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാ. പണം കൊണ്ടും പദവി കൊണ്ടും അന്ന് അങ്കിള് അതിന്റെ വില താഴ്ത്തി കളയരുത്. ഓക്കെ മാൻ, ഞാൻ നിന്റെ വാദിക്കാനില്ല. ഒരു കാര്യം ഇപ്പോഴേ ഓർമ്മയിൽ വെച്ചേക്ക്. നിനക്ക് ഞാൻ എന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു തരില്ല. അതിന്റെ ഒരു ദൃഢനിശ്ചയമാ. ജാതി മതമൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്റെ ചെറുപ്പത്തിൽ ഒരു ഹിന്ദു യുവതിയെ പ്രാണനെ പോലെ സ്നേഹിച്ചവനാ ഞാൻ. പക്ഷെ ആ കുടുംബത്തിലേക്ക് ചതിയന്മാരും വഞ്ചകരുമുള്ള കൊല്ലപ്പള്ളി കൈദികൾക്ക് മാളിക വീട്ടിലേക്ക് എന്റെ മകളെ ഞാൻ അയക്കില്ല. പ്രത്യേകിച്ച് അവളുടെ സഹോദരൻ സ്ഥാനത്ത് നിൽക്കുന്ന ഒരുത്തനെ കല്യാണം കഴിക്കാൻ ഞാൻ ജീവനോട്ടിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. സഹോദരന്റെ സ്ഥാനം എന്നൊക്കെ പറയുന്നത് ഓരോ വിശ്വാസമല്ലേ? ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് അലിനെ വിവാഹം കഴിക്കാൻ എനിക്ക് യാതൊരു തടസ്സമില്ലെന്ന് മാത്രമല്ല, അത് നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഒരാചാരം കൂടിയാണ്. മതി, ഇവിടെ നിർത്താം.
സ്റ്റാലിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടോ. ഇനി മേലിൽ നീ അലിനെ കാണണമെന്നും പറഞ്ഞ് എന്റെ വീട്ടിൽ വരരുത്. എനിക്കിഷ്ടമല്ല. അങ്ങനെ വന്നാൽ ഞാൻ പെരുമാറുന്നത് ഈ രീതിയിലായിരിക്കില്ല. സ്റ്റാൻലി ആണെങ്കിലോ വീണ്ടും സിഗരറ്റ് കത്തിച്ചിട്ട് അത് എറിഞ്ഞിട്ട് കാറിനരികെ വന്ന് ഡോർ തുറന്നു. കേറ്, അയാൾ മനുവിനോട് പറഞ്ഞു. നോ താങ്ക്സ്. മനു കാറിൽ കയറാൻ വിസമ്മതിച്ചിട്ടോ. ഇവരുടെ അടുത്തൊന്നും ഇനി വണ്ടി കിട്ടത്തില്ല. തിരിച്ച് അവിടെ കൊണ്ടാക്കണമല്ലോ. ഞാനിവിടെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ടെങ്കിൽ ഇനി അങ്ങളുടെ അവതാരം സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എങ്ങനെയും പോയിക്കോളാം. എന്തിനാണത്? സ്റ്റാലിൽ കാറിൽ കയറ്റിക്കൊണ്ട് വന്നിട്ട് കാറിനടുത്ത് ഇറക്കി വിട്ടെന്ന് പറയാനോ? അങ്ങനെയൊന്നും ഞാൻ ആരോടും പറയില്ല. അങ്ങൾ തിരിച്ചു പോയിക്കോ. സ്റ്റാൻലി അല്പം സംശയിച്ചു നിന്നു. പിന്നെ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇരുന്നിട്ട് തന്നെ തിരിച്ചു. മനുഷ്യങ്ങൾ കൈ ഉയർത്തി കാട്ടി. സ്റ്റാൻലി കാർ തിരിച്ച് കുളത്തുപുഴയ്ക്ക് പോന്നു. അയാൾ റിയർവ്യൂ മിററിലൂടെ നോക്കി. മനു നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ അപ്പോൾ തന്നെ മൊബൈൽ വിളിച്ച് അലിനെ വിവരമറിയിക്കുമെന്നും സ്റ്റാൻലി കണക്ക് കൂട്ടി. അയാൾ തിരിച്ച് വീട്ടിലെത്തി. അലിന സിറ്റൗളിൽ തന്നെ ഉണ്ടായിരുന്നു. മനുവിനെ യാത്ര അയക്കാൻ നിന്നതാണ്. അവളൊന്നും മാറിയിട്ടില്ല. സ്റ്റാൻലി പോർച്ചിൽ കാർ നിർത്തി ഇറങ്ങിച്ചെന്നു. അയാൾ മകളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണിൽ ചോദ്യങ്ങൾ. പപ്പ എന്താ ഇത്ര താമസിച്ചത്? താമസിച്ചോ? ഇല്ലല്ലോ. മനുവേട്ടന് പോയോ? അറിയില്ല. പപ്പ നോക്കിയില്ലേ? സ്റ്റാൻലിയുടെ നെറ്റി തുളിഞ്ഞു. അവൻ വിളിച്ച് പറഞ്ഞില്ലേ? അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ? ഞാനവനെ അവിടെ ടൗണിലല്ല ഇറക്കി വിട്ടത്. പിന്നെ കുറെ കൂടി മുമ്പോട്ട് പോയി. കരിങ്ങുകാറ റബ്ബർ തോട്ടത്തിൽ അതിന് അന്തം വിട്ടു. അതിന്റെ പപ്പ അവിടെ കൊണ്ട് ഇറക്കിയത്? എനിക്ക് അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. താൻ പറയുന്നത് ശരി തന്നെയെന്ന് അലിനിക്ക് ബോധ്യമായി. എന്ത് കാര്യങ്ങൾ? അത് ഞങ്ങൾ തമ്മിലുള്ള വിഷയം നീ അറിയണ്ട. സ്റ്റാലി മുമ്പോട്ട് പോകാൻ ഭാവിക്ക് അലിനോട് ചോദ്യം വന്നു. എന്നെ കാണാൻ വന്നയാളല്ലേ പപ്പ? സ്റ്റാലി തെല്ലോടെ സംശയിച്ചു നിന്നു. എന്നിട്ട് അലീനയുടെ നേർക്ക് തിരിഞ്ഞു. 2 കാര്യങ്ങൾ ഞാൻ ആർത്തുമുറിച്ച് പറഞ്ഞു. 1, നിന്നെ വിവാഹം കഴിക്കുന്ന മോഹം വെറുതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. 2, ഇനി മേലിൽ നിന്നെ കാണാനായിട്ട് ഇവിടെ വരരുത്. എനിക്കത് ഇഷ്ടമില്ല. അതിനുശേഷം അവൻ എന്റെ കാറിൽ കയറില്ല. ഞാൻ പറഞ്ഞതാ അവന്റെ കാറിനടുത്ത് കൊണ്ടുവിടാന്ന്. പക്ഷെ അവൻ നടന്നുപോയി. അത്രേ ഉള്ളൂ. സ്റ്റാൻലി വീടിനുള്ളിലേക്ക് കയറിപ്പോയി. എന്നിട്ട് സ്റ്റാൻലി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അലീന തൂണിൽ പിടിച്ച് തൊട്ടടുത്ത കസേരയിലേക്ക് ഇരുന്നു. അവൾ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. മനു ഏതോ റബ്ബർ നടുവിലൂടെ തന്നെ നടന്നു പോകുന്നത് അവൾക്ക് കാണാമായിരുന്നു മനസ്സിൽ. മനുവിനെ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കുറെ തവണ അവൾ ശ്രമിച്ചെങ്കിലും ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാണ്. അലീനയുടെ കണ്ണ് നിറഞ്ഞൊഴുകിട്ടോ. പാവം, ആ വിജനതയിലൂടെ നടന്നു നീങ്ങുന്ന ആ മനുവിന്റെ രൂപം അവൾക്ക് കാണാമായിരുന്നു. തനിക്ക് വേണ്ടിയല്ലേ ഇവിടെ വരെ വന്നത്? തനിക്ക് വേണ്ടി അപമാനിതനായി തിരിച്ചു പോയില്ലേ? അത് ഓർക്കുമ്പോ അലീനയ്ക്ക് വല്ലാണ്ട് സങ്കടാവുന്നുണ്ട്. സ്റ്റാൻലിയുടെ മുന്നില് ഒരു ഗ്ലാസ് ടീപ്പോയിലെ കുപ്പി പാതി ഒഴിഞ്ഞിരുന്നു. മുറിയിൽ ഇരുട്ട് പരന്നപ്പോൾ ആന്റപ്പനാണ് ലൈറ്റിട്ട് കൊടുത്തത്. മോളിപ്പോഴും അവിടെ തന്നെ ഇരിക്കുക, ആന്റപ്പൻ വല്ലായ്മയോടെ പറഞ്ഞു. അതിന് ഞാനെന്ത് വേണം? സ്റ്റാൻലി ആന്റപ്പനോട് തട്ടിക്കയറി. ആന്റപ്പൻ മുറി വിട്ടു പോയി. സ്റ്റാൻലി എഴുന്നേറ്റ് ജനാലവരി വകഞ്ഞു മാറ്റി നോക്കി. ബംഗ്ലാവിന്റെ നീളൻ വരാന്തയിൽ നിന്ന് മുമ്പോട്ട് തള്ളി നിൽക്കുന്ന സിറ്റൗട്ടിൽ ഒരു കോണിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന കസേരയിൽ അലിന ഇരിക്കുന്നത് കാണായിരുന്നു. സ്റ്റാൻലി മനുഷ്യങ്ങളെ കൊണ്ടുവിട്ടിട്ട് മടങ്ങി വന്ന് അവളോട് സംസാരിച്ച ശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇതിനകം തന്നെ സ്റ്റാൻലി 3 തവണ ജനലം മാറ്റി നോക്കുകയുണ്ടായി. അപ്പോഴെല്ലാം അവൾ അവിടെ തന്നെയുണ്ട്. കുറെ കൊഴിഞ്ഞപ്പോൾ അവതക്കുട്ടിച്ചാരി മുറിയിലേക്ക് കയറി വന്നു. ആ പെങ്കൊച്ചിന് എന്ത് പറ്റിയതാ? മണിക്ക് വൃത്തിയായി അവിടെ തന്നെ ഇരിപ്പ് തുടങ്ങിയിട്ട്. ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒരു മിണ്ടാട്ടവുമില്ല. പിണങ്ങിയിരിക്കുവാണല്ലേ? അവിടെ ഇരുന്നോട്ടെ. അപ്പച്ചൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടാൻ നിൽക്കുന്നത്? നീ അവളെ വഴക്കൊല്ലതും പറഞ്ഞു ലാലിച്ച? വഴക്കല്ല, കാര്യം പറഞ്ഞു. അവൾക്കത് ഇഷ്ടപ്പെട്ട് കാണില്ല. എന്താ നീ പറഞ്ഞത്? കൊല്ലപ്പള്ളി കൈരക്കിലെ ആ ചെക്കനുമായിട്ടുള്ള കല്യാണം നടക്കില്ലെന്നും അവൻ ഇനിയുടെ വരാൻ പാടില്ലെന്നും നീ വെട്ടെന്ന് മുറിനുണ്ട് എന്ന് മട്ടിൽ പറഞ്ഞു കാണും. ഇതൊക്കെ ഒരു നയത്തിൽ വേണ്ടേ പറയാൻ? ഇതിലൊക്കെ എന്തിനാ നയോ മയോ ഒക്കെ? ഉള്ള കാര്യം പറയുക, അത്ര തന്നെ. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കാൻ. മറ്റെന്ത് സംഗതിക്കും ആവശ്യത്തിനും ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെയല്ലേ വഴക്ക് പറഞ്ഞത്? അവനോടാണ് പറഞ്ഞത് മേലിൽ ഇവിടെ വരരുതെന്ന്. അതാ ഇപ്പൊ നന്നായത്. അവളോട് പറഞ്ഞാലും വേണ്ടില്ലായിരുന്നു. നിനക്കത് ആ ചെക്കനോട് പറയാൻ കൊള്ളാവോ? പറഞ്ഞാലെന്താ? അവൻ വരുന്നത് എനിക്കിഷ്ടമില്ല. ആ ബന്ധവും നമുക്ക് വേണ്ട. ഇത് മുഖത്ത് നോക്കി പറയാൻ ഞാൻ ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുക്കണോ? എടാ ലാലിച്ച, ഇതിപ്പം അവളെ കാണാൻ വന്നയാളെ നീ അപമാനിച്ചിട്ടതുപോലെ ആയില്ലേ? അപമാനിച്ചിട്ടൊന്നുമില്ല, അവനറിയാം. നീ അവനെ റബ്ബർ കാർഡിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടോ എന്നാര് പറഞ്ഞു? അപ്പൊ ചോദ്യം പറച്ചിന് വിശദീകരണമൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ, ഇങ്ങനൊരു ആരോപണം വരുമെന്ന്. കാറിൽ കയറാൻ അവനെ നിർബന്ധിച്ചതാ, കൊണ്ടുവിടാന്ന് പറഞ്ഞു. കയറാതെ പോയത് അവന്റെ അഹങ്കാരം. നിന്നോട് പറഞ്ഞതിനേക്കാൾ നല്ലത് വല്ല പോത്തിനെ ജീവിൽ വേദ ഒതുന്നതാ. അത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലി മുഖം വിട്ടു തിരിച്ച് രൂക്ഷമായി നോക്കി. അവതക്കൊട്ടിച്ചാൻ പിന്നൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി.
ക്ലോക്കിലെ മണി 8:30 സ്റ്റാൻലി പുകവലിച്ചുകൊണ്ട് മുകളിലോട്ട് നടന്നു. പിന്നെ സിറ്റൗട്ടിലേക്ക് ചെന്നു. അലീന കസേറിൽ ചാരിയിരിപ്പുണ്ട്. അവളുടെ കാൽച്ചുവട്ടിൽ 2 നായ്ക്കളും വല്ലായ്മയോടെ കിടക്കുന്നു. സ്റ്റാൻലി അരകെ ചെന്നപ്പോൾ നായ്ക്കൾ തലവൊക്കി ഒന്ന് കണ്ണു ചിമ്മി. നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? കുറെ നേരം ആയല്ലോ. സ്റ്റാൻലി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. ഒന്നുമില്ല, അലീന മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ അകത്ത് പോയി ഇരിക്കരുതോ? ഇവിടെ ഇങ്ങനെ പാതിര വരെ നോക്കൂത്തുവരിയ്ക്കാമെന്ന് എവിടെങ്കിലും വഴിപാട് നേർന്നിട്ടുണ്ടോ? ഞാൻ എനിക്ക് പോയിക്കോളാം. എന്നാ പോ, നേരം എത്രയാന്ന് വിചാരം? അലീന തൂണിൽ പിടിച്ച് എഴുന്നേറ്റു. സ്റ്റാൻലി പിടിക്കാൻ ഭാവിച്ചപ്പോൾ അവൾ തടഞ്ഞു. വേണ്ട, എന്നെ ആരും പിടിക്കണ്ട. അവൾ പ്ലാസ്റ്റർ ഇട്ടേക്കാൾ നിലത്ത് പതിയെ കുത്തി നടക്കാൻ ശ്രമിച്ചു. അഹങ്കാരം കാണിക്കരുത്. സ്റ്റാൻലി അവളുടെ തോളിലൂടെ ഒരു കൈയിട്ടു. ആലിയുടെ കൈ തന്നെ ചുമലിലും പിടിച്ചു. അയാൾ തന്നെ അവളെ താങ്ങി നടത്തി ബെഡ്റൂമിൽ എത്തിച്ചു. കിടക്കയിലിരുത്തി. അവൾ കൈകൾ മടിയിൽ വെച്ച് അതിലേക്ക് നോക്കി അങ്ങനെ തന്നെ ഇരുന്നു. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പൗലോസിനോട് പറയാം. വേണ്ട. സ്റ്റാൻലി പോകാനായി 2 ചുവട് നടന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. എനിക്ക് മനസ്സിലാകാനായിട്ട് ചോദിക്കാം, നീ എന്തിനേലും മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയാ? ആരോടാ നിന്റെ വാശിയും ദേഷ്യവും? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. അലീന ദേഷ്യപ്പെട്ട് മുഖമുയർത്തി നോക്കിയാണ്. പപ്പയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത ദേഷ്യം. അവനോട് വരുന്നതും നിന്നെ കാണുന്നതും സംസാരിക്കുന്നതും എനിക്കിഷ്ടമല്ല. ഇഷ്ടമല്ലെങ്കിൽ ഞാനത് തുറന്നു പറയണ്ടേ? മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ മതിയോ? ആ ഫാമിലിയുമായിട്ടുള്ള യാതൊരു ബന്ധവും എനിക്കിഷ്ടമല്ല. അത് മാത്രമല്ല, മേനന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നതും എനിക്ക് താല്പര്യമുള്ള കാര്യമില്ല. മേനൻ വേണമെങ്കിൽ ഇവിടെ വല്ലപ്പോഴും വന്ന് പോയിക്കോട്ടെ. അയാളാണല്ലോ നിന്നെ ഇവിടെ എത്തിച്ചത്. അലീന ഉള്ളം കൈയിലേക്ക് നെറ്റ് താങ്ങി പെട്ടെന്ന് കുനിഞ്ഞിരുന്നു. നീ ചെല്ലുന്നിടത്തെല്ലാം പ്രസംഗിക്കുന്നത് കേൾക്കാമല്ലോ. ക്ഷമ വേണം, അച്ചടക്കം വേണം, തേങ്ങക്കൊല വേണമെന്നൊക്കെ. നിനക്ക് അതൊന്നും വേണ്ടേ? പ്രസംഗിക്കുന്നവർക്ക് അതൊന്നും പ്രവൃത്തിയിൽ വേണ്ടെന്നാണോ? ഞാനിതുവരെ നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ലല്ലോ. ആ മനുഷ്യന്റെ അടുത്ത് കാര്യം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അലീന കുനിഞ്ഞിരുന്ന് കണ്ടെടുക്കുന്ന കണ്ടപ്പോ അയാൾ വേഗം മുടിവിട്ടിറങ്ങി. കോറിഡോറിലൂടെ 4 ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴേക്കും അവധക്കുട്ടി എത്തി. എന്താ ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? ആരോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ. എനിക്കെന്താ ഉറക്കെ സംസാരിച്ചൂടെ? എന്റെ വീടായത്. ഇവിടെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വരരുത് എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ? അതിന് നീ എന്നോടൊന്നാണോ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഇറങ്ങിപ്പോകണം ഇവിടുന്ന്. ഞാൻ പോയേക്കാം. അവധക്കുട്ടി അലീനയുടെ മുറിയിലേക്ക് വാതിൽക്കൽ ചെന്ന് നോക്കി. കൈത്തലത്തിൽ നെറ്റ് താങ്ങി അവൾ കട്ടിലിരിക്കുന്നതും കണ്ടു. സ്റ്റാൻലി നടത്തി ദഹിപ്പിക്കും വിധം അയാളെ നോക്കി. ഇവിടെ എന്താ കാര്യം? ഞാൻ പോയിക്കോളാം. നിങ്ങൾ അപ്പനും മോനും കൂടി എന്തു വെച്ചാ ചെയ്യ്. അവധക്കുട്ടിച്ചായൻ പുറകെ തിരിഞ്ഞു കിടന്നിട്ടോ. സ്റ്റാൻലി വീണ്ടും നടപ്പ് തുടർന്നു. വാതിക്കൽ ചെന്ന് അല്പസമയം അവളെ നോക്കി നിന്നു. പിന്നെ മുറിക്കുള്ളിലേക്ക് കയറി. കട്ടിലരികിൽ അല്പസമയം ചുറ്റിപ്പെട്ട് നടന്ന ശേഷം അലീനയുടെ അടുത്തായി ഇരുന്നു. പതിയെ പാല് നോക്കി. കരച്ചിലൊന്നുമില്ല, എങ്കിലും കണ്ണീര് വരുന്നുണ്ട്. നീ ഇതിനൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്റ്റാൻലി മയത്തിൽ സംസാരിച്ചു. ഇതൊക്കെ മുളയിലെ നുള്ളി കളയണ്ടേ? അയാൾ അവളുടെ മടിയിലിരുന്ന കൈത്തണ്ടയിൽ മൃദുവായി പിടിച്ചു. അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. നീ ഇപ്പോൾ പഴയ അനാഥക്കുട്ടിയല്ല. അയാൾ അല്പം ബലം പ്രയോഗിച്ച് അവളുടെ കൈത്തലം പിടിച്ചിറക്കി. കൊട്ടാര മട്ടത്തിൽ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാണ് നീ. പ്രായവും പക്വതയുമുള്ള. അവൾ പെട്ടെന്ന് മുഖമുയർത്തി അയാളെ നോക്കി. എന്നിട്ട് വിങ്ങി പൊട്ടി കരഞ്ഞു. പപ്പയോടെ മിണ്ടണ്ട. ഹാ എന്ന് പറഞ്ഞാൽ എങ്ങനാ? വേണ്ട, പപ്പയോടെ മിണ്ടണ്ട. സ്റ്റാൻലി ഒരു നിമിഷം അത്ഭുതത്തോടെ നിൽക്കുകയാണ്. അത് അലീന എന്ന പ്രായപൂർത്തിയായി വന്ന് പക്വതയാർജിച്ച യുവതിയല്ല. 6-7 വയസ്സ് മാത്രം പ്രായമുള്ള ബാലിക. ഏതോ കളിപ്പാടം തല്ലിപ്പൊടിച്ച് കളഞ്ഞതിന് പപ്പയുടെ വഴക്ക് കേട്ട് പിണങ്ങിക്കയറുന്നൊരു കൊച്ചുകുട്ടിയെ പോലെയാണ് സ്റ്റാൻലിക്ക് തോന്നിയത്. പോട്ടെ, സാരമില്ല. ഇത്രയും ചെറിയ കുട്ടിയാണെന്നും പപ്പയ്ക്ക് അറിയില്ലല്ലോ. പപ്പ കരുതി ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് 4 ഡയലോഗ് പറയുന്നത്. അലീനയുടെ തേങ്ങകൾ ക്ഷമിക്കുന്നതുവരെ അവർ അനങ്ങാതെ തന്നെ ഇരുന്നു. ഒടുവിൽ അലീന പുതപ്പ് വലിച്ചെടുത്ത് കണ്ണും കവളും തുടച്ചു. അവൾക്ക് ആശ്വാസമായെന്ന് കണ്ടപ്പോൾ സ്റ്റാൻലി പതുക്കെ വിഷയത്തിലേക്ക് കടന്നു. നമുക്ക് ആ ഫാമിലിയുമായി യാതൊരു ബന്ധം വേണ്ട അലീന. അത് കൊള്ളാത്ത കുടുംബമാണ്. അവർക്ക് എന്ത് ദുഷ്ടപ്രവൃത്തി ചെയ്യാനും മടിയില്ല. നിന്റെ കാര്യം ആലോചിച്ച് നോക്ക്. നിന്നെ അവരല്ലേ അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയത്? അലീന മുഖം ചിരിച്ച് സ്റ്റാൻലിയെ നോക്കി. അങ്ങനെ ഒരു ക്രൂരത കൊട്ടാരമറ്റ തറവാട്ടുകാരൻ നടത്തിയിട്ടുണ്ടല്ലോ. റാണിയുടെ മോളെ 6 ഓർഫനേജിൽ ഉപേക്ഷിച്ചത്. അതുപോലാണോ ഇത്? ഓർഫനേജിൽ ഏൽപ്പിച്ചെങ്കിലും സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു. തന്റെ കുഞ്ഞിനെ ഷെർൺബോയ് കാണുന്നുണ്ടായിരുന്നു. അവർ എന്താ ചെയ്തത്? 23 വർഷം തന്നെ ജീവനോട് കുഴിച്ചുമൂടി. എന്നെ പ്രസവിച്ച അമ്മയടക്കം. ഇല്ല, അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പപ്പയോട് ഞാനെന്ന് ചോദിക്കട്ടെ, പപ്പ എവിടെയായിരുന്നു കഴിഞ്ഞ 23 വർഷം? അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പപ്പയ്ക്ക് അറിയായിരുന്നില്ലേ? അത് പപ്പയുടെ കുട്ടിയാണെന്നും അറിയായിരുന്നില്ലേ? എന്നിട്ട് പപ്പ അന്വേഷിച്ചോ? അമ്മ അതിനെ പ്രസവിച്ചോ? അത് ജീവിച്ചിരിപ്പുണ്ടോ? എവിടെയാണ് ആ കുഞ്ഞ്? ശരിക്കും ആ ചോദ്യത്തിന് മുമ്പിലുണ്ടല്ലോ നമ്മുടെ സ്റ്റാൻലി അങ്ങ് പതറി നിൽക്കുകയാണ് കേട്ടോ.
സ്റ്റാൻലി അലയുടെ മുഖത്തേക്ക് നോക്കി. അവൾ വെറുതെ ചോദിച്ചതാണോ? അവളൊരു തർക്കത്തിന് വേണ്ടി അല്ല. നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ബാലേന്ദ്രൻ വന്ന് നിന്നെപ്പറ്റി പറഞ്ഞത് വരെ. പപ്പ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അമ്മ എല്ലാവരും കൂടി പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഓപ്പറേഷൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോഴേക്കും അത് മരിച്ചു കഴിഞ്ഞുവെന്ന്. അത് നിനക്കെങ്ങനെ അറിയാം അങ്ങനെയാണ് സംഭവിച്ചതെന്ന്? ബ്രിജിത്ത മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജീവനോടെ ഉണ്ടെന്ന്. എന്നെ പ്രസവിച്ച അമ്മയ്ക്ക് അറിയില്ലെന്ന്. ഞാൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെന്ന് അറിഞ്ഞാൽ തകർന്നു പോകുന്ന ജീവിതമാണ് അമ്മയുടെ നിന്ന്. പിന്നെ മനുവേട്ടൻ നിന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞു. അച്ഛൻ മനുവേട്ടനോട് പറഞ്ഞ് ചില കഥകൾ. പിന്നെ രോഹിത്തും അതുതന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പപ്പയും അമ്മയും തമ്മിൽ പണ്ട് ആഗ്രയിൽ വെച്ചുണ്ടായിരുന്ന അടുപ്പവും കുറഞ്ഞാൽ ഒന്നിച്ച് ജീവിച്ചതും. ഒടുവിൽ വിവരം അറിഞ്ഞ് അമ്മയുടെ ആങ്ങളമാർ വന്ന അമ്മയെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ എന്നെ പ്രസവിച്ചതുമെല്ലാം. ഓഹോ, സ്റ്റാൻലി ചെറു ജാളിതയുടെ മകളെ നോക്കി. നിനക്കിപ്പോ കഥകളൊക്കെ അറിയാല്ലേ? അയാൾ കട്ടുന്ന എഴുന്നേറ്റു. എല്ലാം അറിയില്ല പപ്പ. കഥയുടെ ഒരു വശം മാത്രമല്ല എനിക്ക് അറിയുള്ളൂ. അച്ഛനോട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ധൈര്യം വന്നില്ല. അച്ഛനെ അമ്മയും ബന്ധുക്കളും ചേർന്ന് ചതിച്ചതാണെന്നാണ് അച്ഛന്റെ വിശ്വാസം. ആ ചതിക്കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണല്ലോ ഞാൻ. എന്നിട്ട് ഞാൻ തന്നെ അച്ഛനോട് ആ കഥ പറയാൻ ആവശ്യപ്പെടുന്നത് കുറച്ച് കടന്ന കൈയല്ലേ? ആ ഒരു കൊണ്ടാ ഞാൻ ചോദിക്കാഞ്ഞത്. മേനോൻ എങ്ങനെ അറിഞ്ഞു ആഗ്രയിലെ കഥകളൊക്കെ? നീ രേവതിക്കുട്ടിക്ക് അയച്ച ഫോൺ മെസ്സേജ് എന്നല്ലേ? അച്ഛൻ നീലഗിരിയിൽ പോയി അന്വേഷിച്ചറിഞ്ഞതാ. അമ്മയുടെ മൂത്ത ആങ്ങള ഗംഗാധരൻ നീലഗിരിയിലല്ലേ താമസം? പപ്പയ്ക്ക് അറിയില്ലേ? ആഗ്രയിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്രേ അമ്മ താമസിച്ചിരുന്നത്. പപ്പയ്ക്ക് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. അച്ഛൻ ചെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് സത്യം തുറന്നു പറയേണ്ട വന്നതാ. മനുവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്ത് സത്യം? പപ്പയ്ക്ക് അറിയാലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എനിക്കറിയാവുന്ന ചില സത്യങ്ങളുണ്ട്. അതും ഈ സത്യങ്ങൾ തമ്മിൽ പുറത്തുവിടാമെന്ന് അറിയണ്ടേ? പപ്പയ്ക്ക് അറിയാവുന്ന സത്യങ്ങൾ എന്തൊക്കെയാ? അലീന ആകാംക്ഷയോട് ചോദിക്കുന്നുണ്ട്. വൈജയന്തിയുടെ ആങ്ങളമാർ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ജയന്തി ഞാൻ കണ്ടിട്ടില്ല. പപ്പയും അമ്മയും ഒന്നിച്ചൊരു താമസിച്ചിരുന്നത് ആഗ്രയിൽ നിന്നും കുറച്ചു മാറി ഒരു വാടക വീട്ടിൽ. ഗംഗാധരമേനോന് ആഗ്രയിൽ നല്ല പരിചയമുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്നാരും കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ജയന്തിയെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അമ്മയ്ക്കൊന്നും പപ്പായോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നോ? അതൊക്കെ എന്തിനാ നീ അറിയുന്നത്? സ്റ്റാൻലി കപട ദേഷ്യത്തിൽ ചോദിച്ചു. പിന്നെ എനിക്കറിയണ്ടേ? എന്റെ പപ്പയും അമ്മയും തമ്മിൽ ഒത്തിരി സ്നേഹമുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നതിന് എനിക്ക് എന്തൊരു സന്തോഷമാ. അവൾക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ എല്ലാം ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചത്. അന്ന് ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു അമ്മ. ആര് പറഞ്ഞു? ദേഷ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശാന്തതയുള്ള സ്വഭാവമായിരുന്നു. ഇപ്പം പപ്പയൊന്ന് കാണണം. എന്താ അമ്മയുടെ ഒരു ദേഷ്യം? നാക്കിന്റെ മൂർച്ചയോ ഭയങ്കരം. ജയന്തി ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. ഞാനായിരുന്നു ദേഷ്യക്കാരൻ. അതിനിപ്പോഴും ഒരു കുറവും വന്നിട്ടില്ലല്ലോ. അലീന ശാസിക്കുന്ന വാട്ടിൽ വന്ന് നോക്കി. സ്റ്റാൻലി ചിരിക്കുന്നുണ്ട്. പപ്പയ്ക്ക് അമ്മയോടും ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നോ? ഏയ്, ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. നേര് പറവപ്പ, എനിക്ക് കേൾക്കാൻ കൊതിയായിട്ടല്ലേ? നിനക്ക് നാണമില്ല അലീന? ഓ, പട്ടാളക്കാരന്റെ ഗമ. പണ്ടൊരു പെണ്ണെ പ്രേമിച്ചതെന്ന് സമ്മതിച്ചാൽ കേണൽ സിംഹത്തിന്റെ ജാടയൊക്കെ കൊഴിഞ്ഞു പോയാലോ? ശരി, ബാക്കി പറ. ഒന്നിച്ച് താമസിച്ചു. പിന്നെ? ജയന്തിയുടെ ആങ്ങളമാർ അവളെ അന്വേഷിച്ചു കണ്ടുപിടിച്ചു. ഞാനപ്പോൾ പുനലൂരിൽ പോയിരിക്കുകയാണ്. നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ വിവാഹം നടത്താൻ ജയന്തിക്കൊരാഗ്രഹം. കൊല്ലപ്പള്ളി തറവാട്ടിൽ അത് സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാം. കൊട്ടാരമഠത്തിലെങ്കിലും ഒരു അംഗീകാരം കിട്ടുമോ എന്ന് ചെന്ന് നോക്കണം. അവളാണ് എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. ഞാൻ വിചാരിച്ചാൽ അപ്പച്ചനും അമ്മച്ചോടും നിർബന്ധിച്ച് പറഞ്ഞാൽ കല്യാണം നടക്കുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. അങ്ങനെയാണ് ഞാൻ പുനലൂരിലേക്ക് പോയത്. അത്രയും വരെ എനിക്കും അറിയാം. പിന്നീട് എന്തുണ്ടായി? ഞാനും ജീനിയും തമ്മിലുള്ള കല്യാണം നടത്തുന്നതിന് അപ്പച്ചനായിരുന്നു ഏറ്റവും എതിർപ്പ്. എന്റെ അനുജന്മാരുടെ സ്വഭാവം അറിയാമല്ലോ. ഔസേപ്പച്ചൻ മാത്രമേ പ്രായപൂർത്തിയായവനുള്ളൂ. ആൽബിയും റോബർട്ടും പഠിക്കുകയാണ്. മേരിക്കുട്ടി കന്യാസ്ത്രീയായി കഴിഞ്ഞു. അപ്പച്ചൻ ചിറ്റപ്പന്മാരുടെയും എന്റെ അമ്മാച്ചന്മാരുടെയും കൂട്ടുപിടിച്ച് വലിയ ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഒരു പെണ്ണിനെ കൊട്ടാരമറ്റം തറവാട്ടിൽ കാലത്താൻ സമ്മതിക്കില്ല. തറവാട്ടിൽ നിന്ന് ഒരു രൂപ പോലും ഓഹരി പോലും തരില്ല എന്നൊക്കെയായിരുന്നു ഭീഷണി. ഞാനന്ന് എല്ലാവരുമായിട്ടും വഴക്കുണ്ടാക്കി. ജയന്തിയെ കല്യാണം കഴിച്ചു കൊട്ടാരമറ്റം തറവാട്ടിൽ തന്നെ കൊണ്ടുവരുമെന്ന് വെല്ലുവിളിച്ചു. ചെറുപ്പത്തിന് തിളപ്പല്ലേ, പോരെങ്കിൽ പട്ടാളക്കാരനും. അന്ന് രാത്രി ഞാൻ കുറെ കുടിച്ചു. കാർ ഓടിച്ചു പോകുമ്പോഴാ ആക്സിഡന്റോ? അതൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പറയേണ്ടി വന്നത്. കണ്ണു തുറക്കുമ്പോൾ ഞാൻ എറണാകുളത്തൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. ആക്സിഡന്റ് സംഭവിച്ചിട്ട് 147 ദിവസം കഴിഞ്ഞു പോയിരുന്നു. കഴുത്തലിനും തലയ്ക്കുമായിരുന്നു ഗുരുതരമായ പരിക്ക്. 2 വാരിലുകൾ ഒടിഞ്ഞു. ഇടത്തേക്കാലിന്റെ മുട്ടിന് താഴെ അസ്ഥി മാത്രമല്ല ഇപ്പോൾ ഉള്ളത്, ഒരു സ്റ്റീൽ റാഡുമുണ്ട്. അതിലാണ് ഞാൻ എഴുന്നേറ്റ് നടന്നത്.
3.5 മാസത്തോളം ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുമ്പോൾ തീർച്ചയില്ലാതെ കോമയിലായിരുന്നു ഞാൻ. ബോധം വീണ്ടും കിട്ടിയെങ്കിലും പരസഹായം കൊണ്ട് തിരിഞ്ഞു കിടക്കാൻ പോലും വയ്യ. 6 മാസം ശേഷം എന്നെ മദ്രാസിലെ കന്റോൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 1.5 വർഷത്തിനിടെ 4 മേജർ ഓപ്പറേഷനുകൾ. അതിനുശേഷമേ എനിക്ക് ശരിക്കും എനിക്ക് നടക്കാൻ സാധിച്ചുള്ളൂ. അലീന വല്ലായ്മയുടെ സ്റ്റാലിന്റെ മുഖത്തേക്ക് കണ്ണു നട്ടിരുന്നു. ബോധം വേണ്ടിയിട്ട് സംസാരിക്കുന്നതായപ്പോൾ ഞാൻ ജയന്തിയെ അന്വേഷിച്ചു. അവളുടെ ആങ്ങളമാർ ആഗ്രയിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നല്ലാതെ യാതൊരു അറിവുമില്ല. എനിക്ക് എഴുന്നേറ്റ് പോയി അന്വേഷിക്കാൻ നിവൃത്തിയില്ല. എന്നെ സന്ദർശിക്കാൻ വരുന്ന ചിലരുടെ സഹായം ഉപയോഗിച്ചാണ് അന്വേഷണം. കൊല്ലപ്പള്ളി കൈരിക്കൽ പോയി അന്വേഷിക്കാനും ആളെ ഏർപ്പാടാക്കി. ജയന്തി അവിടെ ഇല്ലെന്ന് അറിവ് കിട്ടി. ഒടുവിൽ അപ്പച്ചനെ തന്നെ അഭയം പ്രാപിച്ചു. ജയന്തി പ്രസവിച്ചിട്ടുണ്ടാകുമെന്ന് തീർച്ചയുണ്ട്. അതേപ്പറ്റി അന്വേഷിക്കണം. അപ്പച്ചൻ അന്വേഷിച്ചിട്ട് തിരിച്ചെന്ന് പറഞ്ഞു. ജയന്തിയുടെ പ്രസവം അവളുടെ വീട്ടുകാർ എവിടെ വെച്ച് രഹസ്യമാക്കി നടത്തി. കുട്ടി ജീവിച്ചിരിപ്പില്ല, പ്രസവത്തിന് മരിച്ചു എന്നാണ് അറിവെന്ന്. അലീന ദീർഘശ്വാസം എടുത്തു. പപ്പയ്ക്ക് സുഖപ്പെട്ട് കഴിഞ്ഞ് അന്വേഷിക്കാമായിരുന്നല്ലോ. അന്വേഷണത്തിന് ഒരു പരിധിയില്ലേ? കൊല്ലപ്പള്ളിയിൽ ഞാൻ കാറുമായി ചെന്നു. എനിക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും വയ്യ. ജയന്തിന്റെ അച്ഛനും ആങ്ങളമാരും കൂടി എന്നെ അവമാനിച്ചാണ് തിരിച്ചയച്ചത്. ആഗ്രയിലെ എന്റെ കണക്ഷൻസ് ഉപയോഗിച്ച് ഞാൻ ഡൽഹിയിൽ ചില അന്വേഷണങ്ങൾ നടത്തി. അവിടെ ആർക്കേപുരത്ത് മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഗംഗാധരനോടൊപ്പം ജയന്തി ഉണ്ടെന്ന് അറിവ് കിട്ടി. ഞാനപ്പോൾ കണ്ടോൺമെന്റ് ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ആഗ്രയിൽ ഞാൻ തിരിച്ചെത്തി. എനിക്ക് ജയന്തിയെ കാണണം, സംസാരിക്കണം. ഡൽഹിയിൽ ജയന്തി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇടയ്ക്ക് അവളെ കൊല്ലപ്പള്ളി തിരിച്ചയച്ച വിവരമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞപ്പോഴേക്കും വൈകി. ജയന്തിയെ പാലയിലുള്ള ഏതോ ബിസിനസ്സുകാരൻ കല്യാണം കഴിച്ചെന്നാണ് എനിക്ക് അവളെപ്പറ്റി ഏറ്റവും ഒടുവിൽ കിട്ടിയ അറിവ്. അത് സത്യമായിരുന്നു. അത് കേട്ടപ്പോ പപ്പയ്ക്ക് എന്ത് തോന്നി? എന്ത് തോന്നാൻ? സ്റ്റാലിൻ സ്വയം പരിഹസിക്കുന്നത് പോലെ ഒന്ന് ചിരിച്ചു. എന്നോട് തന്നെ ഒരുതരം വെറുപ്പ് തോന്നി. അന്ന് ജയന്തിയോടും ആ കുടുംബത്തോടും വല്ലത്ര പകയും വിദ്വേഷം തോന്നിയിരുന്നു. പിന്നെ ഞാനത് മറന്നു. ജയന്തിയുടെ ബന്ധുക്കൾ വന്ന് ബ്രെയിൻ വാഷ് ചെയ്താൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ബന്ധം. അവർക്ക് എന്നോടുള്ള ഇഷ്ടം. ചിലപ്പോ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ടാവും. എന്തായാലും സംഭവിച്ചെല്ലാം മറച്ചു വെച്ച് വേഗത്തിന് താലി കിട്ടാൻ അവൾ കഴുത്ത് കാട്ടി കൊടുത്തില്ലേ? സ്റ്റാലിൻ TV സ്റ്റാൻഡിനരികെ വന്ന് TVക്ക് മീതെ വലതുകൈ വെച്ച് എന്തോ ആലോചിച്ചു നിന്നു. അല്പം കഴിഞ്ഞ് അലയുടെ സമീപത്തേക്ക് വന്ന് നടന്നുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്കതെല്ലാം ഒരു പഴങ്കഥ പോലെയാണ്. ഞാൻ ആ കഥയിലെ ഒരു കഥാപാത്രമായിരുന്നു വിശ്വസിക്കാൻ പോലും പ്രയാസം. ആ പഴങ്കഥയിൽ നിന്നല്ലേ പപ്പ ഞാൻ ഉണ്ടായത്? അങ്ങനെയല്ലേ ഞാൻ ഇവിടെ വന്നത്? അതൊരു അത്ഭുതം, മിറക്കിൾ എന്നൊക്കെ പറയില്ലേ? ഇനി ഇതിന് മറുവശം ഞാൻ പറയാം. ഇനി പറഞ്ഞിട്ടെന്ത് ഫലം? പപ്പ അറിഞ്ഞിരിക്കാതെ ചില സംഗതികളുണ്ട്. അതിലൊന്ന് അമ്മയെ ആങ്ങളമാർ വന്ന് ആഗ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ടും എത്രയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടും അമ്മ പപ്പയെ തള്ളിപ്പറയാനോ ഉപേക്ഷിക്കാനോ തയ്യാറായില്ല. 2, പപ്പയുമായുള്ള വിവാഹം നടത്തി കൊടുക്കാമെന്ന് പാക്ക് പറഞ്ഞു. വിശ്വസിപ്പിച്ചാണ് അമ്മയെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് രാവണിമേനോന്റെ എന്ന ബന്ധുവിന്റെ വീട്ടിൽ താമസിപ്പിച്ചത്. പപ്പയുടെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും കൂടി ഒത്തുകളിച്ച് പപ്പയ്ക്കും വേറെ കല്യാണം നിശ്ചയിച്ചെന്ന് വരുത്തി തീർത്തു. അത് അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പ്രസവശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ അമ്മയെ പപ്പയുടെ വിവാഹം ക്ഷണക്കത്ത് കാട്ടി കല്യാണം നടന്നു കഴിഞ്ഞെന്ന് വിശ്വസിപ്പിച്ചു. പപ്പ ഈ സമയത്ത് ആക്സിഡന്റായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്ന് അമ്മ അറിയുന്നില്ലല്ലോ. കാത്തിരുന്ന് പ്രസവിച്ച് കുട്ടി മരിച്ചു. സ്നേഹിച്ച വിശ്വസിച്ച ആൾ വേറെ വിവാഹം കഴിച്ചു. ഈ 2 സംഭവങ്ങളെല്ലാം അമ്മയുടെ മനസ്സിലുണ്ടാക്കിയ ഷോക്ക് ഇപ്പോഴും മാറിട്ടെന്നാണ് എന്റെ വിശ്വാസം. അമ്മയ്ക്ക് ഒരിക്കലും അതിനൊരു മോചനം കിട്ടിയിട്ടില്ല. വാക്ക് പറഞ്ഞ ആങ്ങളമാർ ചതിക്കുമെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ. അവർ പറഞ്ഞത് കള്ളമാണെങ്കിൽ കൂടി പപ്പ അമ്മയെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചു കാണും. പാവം. മാത്രമല്ല അന്ന് മൊബൈൽ ഫോണില്ല, ST ബൂത്തുകളില്ല, മറ്റ് അന്വേഷണ സൗകര്യങ്ങളില്ല. കത്തുകളും ബുക്ക് ചെയ്ത് വിളിക്കുന്ന ട്രങ്ക് കോളുകളുമാണ് അകലിരിക്കുന്നവർക്ക് തമ്മിൽ ബന്ധപ്പെടാനുള്ള മാർഗം. അമ്മ കത്തുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ട്രങ്ക് കോളുകൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന പപ്പയുടെ അടുത്തെത്തില്ലെന്ന് തീർച്ചയല്ലേ? സ്റ്റാൻലി ശരിയാണെന്നുള്ള രീതിയിൽ തല ഉണക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നീ ഇവിടെ വന്നത്? അല്ല, ഇവിടെ വന്ന ശേഷം പലപ്പോഴായിട്ടാണ് അറിഞ്ഞത് പല കാര്യങ്ങളും. ഒന്നുകിൽ മനുവേട്ടൻ പറയും, അല്ലെങ്കിൽ രോഹിത്ത്. ഇവിടെ വന്ന ശേഷം ഞാൻ അച്ഛനോട് ചില സംഗതികളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫോണിൽ കൂടി ആകുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടുമല്ലോ. സ്റ്റാൻലി ഒന്ന് മൂളുന്നുണ്ട്. പപ്പ അതൊന്നും ഓർക്കാറില്ലേ വെറുതെ ഇരിക്കുമ്പം? ഇല്ല, സ്റ്റാൻലി ദേഷ്യത്തോടെ പറഞ്ഞു. പപ്പയ്ക്ക് അമ്മയെ ഒന്നുകൂടെ കാണണമെന്ന് തോന്നിയിട്ടില്ലേ ഒരിക്കലെങ്കിലും? ഇല്ല. നിങ്ങൾ തമ്മിൽ എന്തുമാത്രം സ്നേഹിച്ചിരുന്നത് പപ്പ. എന്നിട്ടും എങ്ങനെയൊക്കെ മറ്റൊരാൾ തീർത്ത് മറക്കാൻ കഴിയുന്നത്? നമ്മുടെ കുറ്റമല്ല, കാലം. എനിക്കാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും കാണുന്നതിനെ കുറിച്ച് ഓർക്കുന്നത് പോലും എൻ്റെ സന്തോഷ. ഒന്നും മിണ്ടണ്ട, വെറുതെ കണ്ടാ മതി. അതിലൊന്നും ഒരർത്ഥവുമില്ല. പപ്പ, ഞാൻ എൻ്റെ ആഗ്രഹം പറയട്ടെ. പപ്പ സാധിച്ചു തരുമോ? അങ്ങനെ ബ്ലൈൻഡായിട്ട് വാക്കാരണം പറ്റില്ല, എന്നാലും പറ. പപ്പയും അമ്മയും കൂടി ഒന്നു ചെന്നിട്ട് എന്നെ നടക്ക് നിർത്തി ഒരു ഫോട്ടോ. അതൊന്നും നടപ്പുള്ള കാര്യമില്ല. നടക്കും, പപ്പയെ നിന്നാ മതി. ഞാൻ അതിനുള്ള അവസരം ഉണ്ടാക്കിക്കോളാം. നീ ഇങ്ങനത്തെ സില്ലി കാര്യങ്ങളൊന്നും തലക്കൊണ്ട് നടക്കണ്ട അലീന. എന്നാൽ എനിക്ക് ഒരാഗ്രഹങ്ങൾ പപ്പയോട് പറയട്ടെ. സ്റ്റാലിൻ സംശയിച്ച് മകളെ നോക്കാണ്.
പറഞ്ഞോ, ഒരു ദിവസം പപ്പ എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകണം. എന്നെ പിടിച്ച് അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് പപ്പ പറയണം, ഇവൾ നമ്മുടെ മോളാണ്. പപ്പയല്ലാതെ ആര് പറഞ്ഞാലും അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോഴേക്കും അലീനയുടെ മിഴികൾ തുളുമ്പി. സ്റ്റാലിനൊന്നും മിണ്ടാതെ സാവധാനം മുറിവിട്ടിറങ്ങി.